അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. ബാങ്കിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. ജർമ്മനിയിൽ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാര്യം ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നതായിരുന്നു. കാരണം ഇത്ര നാൾ റെവല്യൂട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ നിർത്തി. എന്തായാലും നമുക്ക് ഒരു നല്ല കിടിലൻ പാക്കേജിൽ നമ്മുടെ ATM കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ റെവല്യൂട്ടുകാർ ആദ്യം നമുക്ക് ബാങ്ക് തന്നില്ല. പിന്നെ ജർമ്മനിയിലുള്ള ഓൾറെഡി ഉള്ളൊരു ബാങ്കിൽ നമുക്ക് ആദ്യം അക്കൗണ്ട് കിട്ടിയതിന് ശേഷമാണ് റെവല്യൂട്ടിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയത്. റെവല്യൂട്ടിൽ മെയിനായിട്ട് തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെവല്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം തന്നെ അപ്ഡേറ്റ് ആവും നമ്മുടെ കാർഡിൽ. പക്ഷേ ബാക്കിയുള്ള ബാങ്കുകളിലൊക്കെ 3 ദിവസമൊക്കെ എടുക്കും. നമ്മുടെ പൈസ ഇപ്പോൾ എത്ര പോയി എത്ര ബാക്കിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റെവല്യൂട്ടിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജർമ്മനിയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഈസി കൊമേഴ്സ് ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് OB എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. അപ്പോൾ ഈ ഷോപ്പിൽ നമ്മൾ ആദ്യം അവസാനമായിട്ട് കയറിയതാണ്. ഒരിക്കലും ഇവിടെ കയറുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഷോപ്പാണ്. പക്ഷേ അവരെല്ലാ സ്പേസും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വൂൾസ്വർത്ത് അങ്ങനത്തെ കടകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.